കേരള സർവകലാശാലയിൽ വേഡിനെക്കുറിച്ചുള്ള പാഠഭാഗം ഉൾപ്പെടുത്തിയതിൽ വിശദീകരണം തേടി വൈസ് ചാൻസലർ. ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങളോടാണ് വിശദീകരണം തേടിയത്. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, ഈ വേടൻ വിവാദം കേരള സർവകലാശാലയിലേക്കും എത്തിയിരിക്കുകയാണ്. ലഹരി കേസിലെ പ്രതി, ബലാത്സംഗ കേസിലെ പ്രതി, ഇയാളെക്കുറിച്ചുള്ള പാഠഭാഗം കേരള സർവകലാശാല ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? നീലിമ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് പിന്നാലെയാണ് കേരള സർവകലാശാലയുടെ സിലബസിലും റാപ്പർ വേടന്റെ പ്രത്യേകിച്ച് പീഡന പരാതികൾ അടക്കം ഉയർന്ന പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന വേടനെ പറ്റിയിട്ടുള്ള പഠനം പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ VC ബോർഡ് ഓഫ് ഗവേണൻസിനോട് വിശദീകരണം തേടിയിട്ടുള്ളത്. ഏത് സാഹചര്യത്തിലാണ് ഈ പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾ വേടനെ പറ്റിയിട്ടുള്ള ഭാഗങ്ങൾ ഈ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ വിശദീകരണം നൽകണമെന്നുള്ളതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ പാഠഭാഗം, അതായത് കേരള സർവകലാശാലയുടെ 4 വർഷ ഡിഗ്രി സിലബസിലും ഒപ്പം തന്നെ 3ാം സെമസ്റ്ററിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ പഠിപ്പിക്കുന്ന മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ കേരള സ്റ്റഡീസ് ആർട്സ് ആൻഡ് കൾച്ചർ എന്ന കോഴ്സിലുമാണ് ഈ വേടനെ പറ്റിയിട്ടുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡീകോഡിംഗ് ദ റൈസ് ഓഫ് മലയാളം റാപ്പ്, എ ഡീപ് ഡൈവ് എന്ന ലേഖനമാണ് പഠിക്കാനുള്ളത്. ഇതിൻ്റെ ഒരു ലിങ്കാണ്, ഈ ലേഖനത്തിൻ്റെ വെബ്സൈറ്റ് ലിങ്കാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഏത് സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ലിങ്ക് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കേണ്ട പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തി എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് കേരള സർവകലാശാലയുടെ VC കൂടിയായ ഡോക്ടർ മോഹൻ കുന്നുമേൽ വിശദമായ വിശദീകരണം ബോർഡ് ഓഫ് ഗവേണൻസിനോട് ചോദിച്ചിട്ടുള്ളത്. ഇവർ നൽകുന്ന വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഈ ഭാഗങ്ങൾ മാറ്റണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കാൻ പോകുന്നതായാലും VCയുടെ താല്പര്യാർത്ഥം ഈ ഒരു പാഠഭാഗം ഉൾപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം ഇത്രയധികം പരാതികൾ ഉയർന്നൊരു സാഹചര്യം, ഒപ്പം തന്നെ പീഡന പരാതികളാണ് അതിലേറിയതും. അത്തരത്തിൽ പരാതികൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യം, പോലീസ് അന്വേഷിക്കുന്ന ഒരു പ്രതി, ഒളിവിൽ കഴിയുന്ന ഒരു പ്രതി, ആ പ്രതിയെപ്പറ്റി കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് സർവകലാശാല VC സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി വിശദീകരണം ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ ഏത് 4 വർഷ ഡിഗ്രി കോഴ്സ് പഠിക്കുന്നവർക്കും 3ാം സെമസ്റ്ററിൽ എടുക്കാവുന്ന പേപ്പറാണ് ഈ കേരള സ്റ്റഡീസ് ആർട്സ് ആൻഡ് കൾച്ചർ എന്നുള്ളത്. ഇതിൻ്റെ 3ാമത്തെ മോഡ്യൂളിലാണ് വേടനെക്കുറിച്ച് പഠിക്കാനുള്ളത്. ആ മോഡ്യൂളിൽ എങ്ങനെ ഈ ഭാഗങ്ങൾ കടന്നുകൂടി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ വിശദീകരണമാണ് VC തേടിയിട്ടുള്ളത്. എന്തായാലും കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് പിന്നാലെ വേടന്റെ പാഠഭാഗം അല്ലെങ്കിൽ വേടനെ പറ്റിയിട്ടുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കേരള സർവകലാശാലയിലെ പാഠഭാഗവും വീണ്ടും വിവാദത്തിലാവുകയാണ്. നീലിമ.